എനിക്ക് അറിയാവുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ ആ ചേട്ടൻ എന്ത് ചെയ്തു, ഒരു 28 വയസ്സായി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ കല്യാണം കഴിച്ചു. കല്യാണ പ്രായമായി കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ തന്നെ ഒരു പെണ്ണിനെ ചൂസ് ചെയ്തു. ആ ചേട്ടന് കണ്ട് ഇഷ്ടപ്പെട്ടു, സംസാരിച്ച് ഇഷ്ടപ്പെട്ടു, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ആ പെങ്കൊച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ ആ പെങ്കൊച്ച് വളർന്നു വന്ന സാഹചര്യം എന്ന് വെച്ചാൽ ആ പെങ്കൊച്ച് ഭയങ്കര കുറുമ്പിയാണ്, ഭയങ്കര വികൃതിക്കാരിയാണ്, ഭയങ്കര വാശിക്കാരിയാണ്, ഭയങ്കര ദേഷ്യം ഒരു ഇതുണ്ട്. പിന്നെ അതുകൂടാണ്ട് ആ പെങ്കൊച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അവളെക്കുറിച്ച് പറയാന്ന് വെച്ചാൽ അവൾ ഭയങ്കര ഒരു കില്ലാടി എന്നൊക്കെ പറയില്ലേ, അതേപോലെ വളർന്ന ഒരു പെങ്കൊച്ചാണ് സ്വന്തം വീട്ടിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കളി മാറാത്ത ഒരു പെങ്കൊച്ച്, ആ ഒരു തരത്തിലാണ്. അവൾക്കും അത്യാവശ്യം ഏജ് ഉണ്ടായിരുന്നു, 24 വയസ്സുണ്ടെങ്കിലും അവളൊരു കുട്ടിക്കളി മാറാത്ത ആ ഒരു പെങ്കൊച്ച്. ഇതൊക്കെ എല്ലാത്തിലൂടെയും അങ്ങനെ അവളുടെ വീട്ടിലും ആയാലും അവളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും അങ്ങനെ വളർന്നൊരു പെണ്ണായിരുന്നു. പക്ഷെ ആ പെണ്ണിനെ ഈ ചേട്ടന് ഇഷ്ടപ്പെട്ടു. ഈ ചേട്ടൻ എൻ്റെ ഇഷ്ടത്താൽ ആ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഇത്തിരി ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായെങ്കിലും അവരെന്ത് ചെയ്ത് പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെങ്കൊച്ചിനെ ഈ ചേട്ടനെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞ് ഈ പെങ്കൊച്ച് ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര പാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാവം, ഒരു പൂച്ചക്കുട്ടിയെ പോലെ. കാരണം സ്വന്തം വീട്ടിൽ എന്തൊക്കെയോ ആയിരുന്നു അവള്, വേറൊരുത്തൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളൊരു പൂച്ചക്കുട്ടിയെ പോലെ ഇരുന്നു, അതേപോലെ ആയിരുന്നു. അത്രയ്ക്കും പാവം എന്ന് വെച്ചാൽ അത്രയ്ക്കും പാവം. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, സ്വന്തം വീട്ടിൽ ഏതൊരു പെൺപിള്ളേരും ഭയങ്കര ദേഷ്യക്കാരി, വാശിക്കാരി, കുറുമ്പ്, ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ലോകമാണ്. അപ്പോൾ അവൾ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാവം, ഒരു പൂച്ചക്കുട്ടിയെ പോലെ ഏതൊരു പെൺപിള്ളേരും അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിൽ അങ്ങനെ ഒരു ഇതിൽ ആ പെൺകൊച്ച് ആ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവളൊരു ഇത്രയും പാവമായിട്ടൊരു പെണ്ണ് ഈ ലോകത്തുണ്ടോയെന്ന് പോലും അവളുടെ വീട്ടുകാർ പോലും ചിന്തിച്ചു പോയി. കാരണം അത്രയ്ക്കും പാവമായിരുന്നു. പക്ഷേ എന്തൊക്കെ വന്നിട്ടും ആ ചെക്കൻ്റെ വീട്ടുകാർ അവളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അവൾ ഇതിക്ക് മുമ്പ് അവരെ കണ്ടിട്ടുമില്ല, ഒന്നുമില്ല. ആദ്യമായിട്ട് കുറച്ച് നാളത്തെ പരിചയമേ ഉള്ളൂ, പെട്ടെന്ന് കല്യാണം നടന്നാണ്. അപ്പോൾ ഇതിക്ക് മുമ്പ് കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് എന്തൊക്കെ വന്നാലും അവളെ അംഗീകരിക്കുന്നില്ല അവർ. അവൾക്ക് എന്താണെന്നറിയില്ല, അവൾക്കില്ലാത്ത കുറ്റങ്ങളില്ല, അവൾ അംഗീകരിക്കുന്നില്ല ആ ഒരു തരത്തിൽ. അപ്പോൾ ലാസ്റ്റ് അവിടെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ആയി കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അവരോട്, ആ വീട്ടുകാരോട്, അച്ഛനും അമ്മയോടും ചോദിച്ചു, ഇവിടെ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയല്ലേ എന്നുള്ളൊരു തരത്തിൽ ചോദിച്ചു. ഇവിടെ നന്നാവോ എന്നുള്ളൊരു ചോദ്യം ആ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചു. പക്ഷെ അവൾക്ക് ലാസ്റ്റ് ഇത് വേണ്ടാന്ന് വെച്ചു. കാരണം പല കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. കാരണം ആ ചേട്ടന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു